പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ അൽഫോൻസമ്മയുടെ തിരുനാളിൻ്റെ എല്ലാ പ്രാർത്ഥനകളും, പ്രത്യേകിച്ച് അൽഫോൻസ നാമധാരികളുടെ പ്രത്യേക മധ്യസ്ഥയാണ് നമ്മുടെ അൽഫോൻസമ്മയുടെ പ്രത്യേക മാധ്യസ്ഥം നാമധാരികളായ എല്ലാവർക്കും, അതുപോലെ തന്നെ ഇത് കേൾക്കുന്ന സകല മക്കൾക്കും വളരെ പ്രത്യേകമായിട്ട് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. പ്രിയമുള്ളവർ, പിന്നെ ഈ ദേവാലയം ഇത് ആംഗണ്ടൂർ പള്ളിയുടെ ഒരു കുരിശുപള്ളിയാണ്. പുളിഞ്ചോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത്. പരിശുദ്ധ ലൂർദ് മാതാവിന് പ്രതിഷ്ഠിതമാണ്. എല്ലാ ഞായറാഴ്ചയും പുലർച്ചെ 5:45 ഇവിടെ ഒരുമിച്ച് കൂടിയാണ് ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കും. 7 മണിക്ക് പിന്നെ അച്ഛൻ അവിടേക്ക് ആംഗണ്ടൂർ പള്ളിയിൽ ബലിയർപ്പണത്തിനായിട്ട് പോകുന്നതായിരിക്കും. പ്രൈസ് ദ ലോർഡ്. നിങ്ങളൊക്കെ ഈ പുളിഞ്ചോട് ഭാഗത്തൊക്കെ ആണെങ്കിൽ ഒരു ദിവസം നിങ്ങൾ പ്രത്യേക വിധത്തിൽ ഇവിടെ പുലർച്ചെ ബലിയർപ്പണത്തിന് പ്രഭാതത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നവന് ഉത്കർഷം നേടും എന്നല്ല വചനം പറയുന്നത്. അപ്പോൾ നിങ്ങൾ പ്രഭാതത്തിലെ ബലിയർപ്പണത്തിന് ക്ഷണിക്കുകയാണ് കേട്ടോ. പ്രൈസ് ദ ലോർഡ്. ഇന്ന് നമ്മൾ അൽഫോൻസമ്മയുടെ തിരുനാളായതുകൊണ്ട് തന്നെ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലൊരു വചനമാണ്. കൊട്ടേഷൻ ഹോംവർക്കാണ്, അത് നിങ്ങൾ നോക്കി പഠിക്കണം. വചനം ഇതാണ്: ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും, അഴിയുന്നെങ്കിലോ ധാരാളം ഫലം പുറപ്പെടുവിക്കും. നമ്മുടെ ജീവിതം, പ്രിയ സഹോദരങ്ങളെ, അഴിയാൻ വിട്ടുകൊടുക്കുകയാണെങ്കിൽ അത് അനേകം, ഒരപ്പൻ സ്വന്തം ജീവിതത്തെ അഴിയാൻ വിട്ടുകൊടുക്കുകയാണെങ്കിൽ, അമ്മ ജീവിതത്തെ വ്യയം ചെയ്യുകയാണെങ്കിൽ, മക്കൾ വ്യയം ചെയ്യുകയാണെങ്കിൽ, ഒരു പുരോഹിതൻ വ്യയം ചെയ്യുകയാണെങ്കിൽ, പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം വിട്ടുകൊടുക്കുമ്പോൾ അതിന് കണ്ണുനീരുണ്ടാകും, സങ്കടം ഉണ്ടാകും, പ്രതികൂലങ്ങളുണ്ടാകും. പക്ഷേ നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരനുഭവം നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഒരു ജീവിതമായിരുന്നു വിശുദ്ധ അൽഫോൻസമ്മയുടേത്. നമുക്ക് അൽഫോൻസമ്മയെ ഓർത്ത് നന്ദി പറയാം. നമ്മുടെ FCC സിസ്റ്റേഴ്സ് നമ്മുടെ ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് കോൺഗ്രിഗേഷൻ, നമ്മുടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സൊക്കെ എത്ര ഉജ്ജ്വലമായിട്ടാണ് പ്രത്യേകിച്ച് വിശുദ്ധ അൽഫോൻസമ്മയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് തങ്ങളുടെ സന്യാസ ജീവിതം ഇത്ര ആത്മാർത്ഥമായിട്ട് ജീവിക്കുന്ന ആയിരക്കണക്കിന് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ഈ ഫ്രാൻസിസ്കൻ സ്പിരിച്വാലിറ്റിയിൽ ഉണ്ട് എന്നത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. നമുക്ക് അൽഫോൻസമ്മയെ ഓർത്ത് നന്ദി പറയാം. ഈശോ നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി നാമഹേതുക തിരുനാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും വിശുദ്ധ അൽഫോൻസമ്മയുടെ പ്രാർത്ഥനാ മംഗളങ്ങൾ നേർന്നുകൊണ്ട് രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.